ഹായ് ഗൈസ്, പിന്നെയും വെൽക്കം ബാക്ക്. ഇന്ന് ഡേ 5 ആണ്. ഇന്നലെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇന്നലെ ഫുഡൊക്കെ കഴിച്ച് ട്രാവലിംഗ് ആയിരുന്നു ഫുള്ള്. ഇന്ത്യ ഗേറ്റൊക്കെ കണ്ടു കഴിഞ്ഞ് ബസ് കയറിയിരുന്ന് ഒറ്റ ഉറക്കായിരുന്നു. അല്ല, ഫുഡ് കഴിച്ചിട്ട് ഒറ്റ ഉറക്കായിരുന്നു. ഫുഡ് എന്തെങ്കിലും ചപ്പാത്തി ചിക്കൻ കറി ആയിരുന്നു ഇന്നലെ ഫുഡ്. ഇന്നിപ്പോ ഇതാണ് ഔട്ട്ഫിറ്റ്. നിങ്ങൾ ഗോൾഡൻ ടെമ്പിളിലേക്കാണ് പോകുന്നത്. ഇപ്പൊ രാവിലെ നമ്മൾ പഞ്ചാബില് ഇവിടെ എത്തി, അമൃത്സറിലെത്തി. ഇനി ഗോൾഡൻ ടെമ്പിൾ കാണാൻ പോവാണ്. അപ്പൊ രാവിലെ ഒരു റഷ് ആയിരുന്നു. ഞങ്ങൾ ലേറ്റ് ആയി എത്താൻ, 9 മണിയായി എത്താൻ. അപ്പൊ 1 മണിക്കൂറേ തന്നിട്ടുള്ളായിരുന്നു. ആ 1 മണിക്കൂറിൽ പെട്ടെന്ന് ഫ്രഷ് ആയി എല്ലാരും ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും റെഡിയാണ്. ഇപ്പൊ ബസ്സിലല്ല പോണത്, നമ്മള് ഓട്ടോയിലാ പോകുന്നത്. അപ്പൊ ബാക്കി ഞാൻ അവിടെ പോയിട്ട് ഓരോന്ന് കാണിച്ചു തരാം. എല്ലാരും വരുന്നുണ്ട്, എല്ലാവരും റഷാണ് രാവിലെ തന്നെ. നമ്മള് ലേറ്റ് ആയതുകൊണ്ട് ഓട്ടോയിലാണ് നമ്മൾ പോകുന്നത്. ഞങ്ങൾ ഓട്ടോയുടെ ബാക്കിൽ തന്നെ വന്നിരുന്നുണ്ട്. എന്താ ഒന്ന് കണ്ടത്, എന്ത് തെറിച്ച് താഴെ പോകുന്നൊന്നും അറിയില്ല. എല്ലാരും ഓടി ഓട്ടോന്റെ ബാക്കിൽ പോയി. ഔട്ട്ഫിറ്റ് ചെക്കിനൊന്നും പറ്റിയില്ല, കാരണം ഒന്ന് തിരക്കായിരുന്നു. ഗോൾഡൻ ടെമ്പിളിലേക്ക് ഞങ്ങൾ 4 പേരോട് ഈ ഓട്ടോയിലാണ്. എല്ലാരും ഓട്ടപ്പാച്ചിലാണ്. തോന്നുന്നില്ല, നന്നായിട്ട് ഞങ്ങൾക്ക് 4 പേർക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നു. കുഴപ്പമില്ല, നമുക്ക് തുടങ്ങിയാൽ മനസ്സിലാവും എന്താ അതിന്റെ അവസ്ഥ. 15 ആൾക്കാരൊക്കെ 15 പേര്. എല്ലാ സ്ഥലത്തും സീറ്റാ. അവിടെയൊക്കെ കണ്ടില്ലേ, ഫുൾ സീറ്റ്. അയാൾ സൈഡില സിദ്ധാർത്ഥാണ്. ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. 14 പേരൊരു വണ്ടിയിലിരിക്കും. 14 പേര് മിനിമം. 4 ആളുള്ള ഓട്ടോ നമ്മുടെ കേരളത്തിൽ. ഇവിടെ 14 തുടങ്ങി ഗൈസ്. കോമഡി തന്നെ. ഈ വണ്ടി കൊറേ നേരെ ഞങ്ങളെ തന്നെ ഇവിടെ വരെ വരും. അവൻ നോക്കിക്ക, ലാസ്റ്റ് ഇവിടെ വരെ വരും. കുത്താതോ വെയിറ്റ്. ഇപ്പൊ ഡിസ്റ്റൻസ് ആയി. അത് ശരി, വീഡിയോ എടുക്കണപ്പോ ഡിസ്റ്റൻസ് ആയ. നല്ല തിരക്കാണ്. ഞാൻ വരില്ല, കണ്ട ഡിസ്റ്റൻസ് ഇട്ട്. നേരത്തെ ഇവിടെ വരെ കാലിന്റെ അടുത്ത് വരെ വന്നിട്ട് അവര് ബ്ലോക്കിൽ പെട്ട് കഴിച്ചു. ഞങ്ങൾ ഫ്രണ്ടിലേക്ക് വന്നു. ഫുൾ കുണ്ടുകുഴിയാ, പക്ഷെ നല്ല രസമുണ്ട്. ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. വണ്ടിയൊക്കെ ഇടിക്കുന്നൊക്കെ ഉണ്ട്. ഭയങ്കര തിരക്കാണ്, എന്താന്ന് പോലും അറിയില്ല. എന്തൊക്കെയാണ് സംഭവം. നല്ല രസമുണ്ട്. ഈ ബാക്കിൽ ആരെയും കാണാണ്ടെങ്കിൽ സുമേഷ് ദൂരെയാണ്. ദൂരെയാണ് ബ്ലോക്കിനുള്ളിൽ പെട്ടെടുക്കുക. ഭയങ്കര ബ്ലോക്ക്. ഇവിടെ അങ്ങനെ റൂൾസ് ഒന്നും ഇല്ല തോന്നുന്നു. അപ്പൊ വണ്ടിക്ക് ചറപറാന്ന് ഓടുണ്ട്. ഞങ്ങളിവിടെ ഇറക്കി വിട്ടു നടക്കുകയാണ്. ഞങ്ങൾ തട്ടൊക്കെ ഇട്ടു. ഇല്ലേ, അവളിട്ടില്ല, ഞാനിട്ടുള്ളൂ. ബാക്കി എല്ലാരും ഇട്ടു. ഇങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് കയറാൻ പോകുന്നത്. കാണിച്ചു തരട്ടോ. Hi guys. ഞാൻ
ആ ഇപ്പഴാ ഓണായേ. ഓക്കെ, അവിടെ ഒരാൾ തട്ട ശരിയാക്കണ്. ഇതാണ് സ്ഥലം ആണ് തോന്നുന്നത്. ഇവിടെ എത്തി. ഇതിന്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. ഇതാന്ന് തോന്നുന്നു എൻട്രി. ഇതാണ് ജാലിയൻ വാലാബാഗ്. ഓ, ഇതാണ് ഇതിന്റെ അകം. അത് ഗാലറി 2. എന്തെല്ലോ ഹിസ്റ്ററിയാണ്. Hardly reach the meeting road. आगे सभी प्राणी की स्टार्टिंग में था कौन वाला प्लेस पड़ो चढ़ाई और गांव में प्रॉपर किल्ड एंड वोटेड जो राइट है मतलब पास ये पढ़ाई क्वार्टर और क्वार्टर में राइट है पूरा ये वन ट्रीटमेंट रेडी सो राइट है. ഇതുപോലത്തെ ഗാലറി കുറേ ഉണ്ട്. അങ്ങനെ കാണാനും മാത്രമൊന്നുമില്ല. ഇതൊന്നൊന്നുമില്ലേ? ഞങ്ങൾ ഏതാ വഴി കൂടെ നടക്കുകയാണ്. ആ, നേരെ അവിടെ നടക്കൂ, പെട്ടെന്ന് നടക്കൂ. അയ്യോ, അതെ അതെ, ഇങ്ങോട്ടാണ് പോണ്ടത്. ഏകദേശം 200ഓളം ആൾക്കാര് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ, ഇറങ്ങി ഓടാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഭരിച്ചോടും. എന്താ പറയാ, അവിടെ ഒരു കിണറുണ്ട്. കിണറ്റിലോട്ട് ഓടി പഠിച്ചിട്ടുണ്ട്. ഹ്യൂമാനിറ്റീസ് ക്ലാസ്. ഇതൊക്കെയാണ് ഇതിന്റെ അമ്മേ. ഇപ്പൊ തന്നെ വീണേ. അങ്ങനെ വീഴൊന്നുമില്ല. ഈ കൈ ഇവിടുന്ന് പോയിട്ടാണ്. കൈ വല്യ കൈ മുറിയുള്ളൂ. കൈ വല്ലിട്ട് കൈ മുറിയുള്ളൂ. ഇതാണ് ആ പറഞ്ഞ കിണർ ഗൈസ്. അതന്നെ സെയിം സാധനം. കുറെ പേര് രക്ഷപ്പെടാൻ ഓടി കണിച്ചില് വീണു. കിണർ നിറഞ്ഞ് മരിച്ചു പോയി. അവിടെ എന്താ 1:30 തിരിച്ചു. ഇതെന്താ ഇവിടെ? ആ, ഇടിയുണ്ട് സ്ഥലം. കൊണ്ട സ്ഥലം. ഓ, അതിനാണോ ഈ മാർക്ക് ചെയ്ത് വെച്ചേക്കണേ? ഇതെന്താ? റോലറ്റ് ആക്ടിനെതിരെയാണ് പ്രൊട്ടസ്റ്റ് ചെയ്തത്. അത് മറ്റേ ആക്ട് ആയിരുന്നു. റോലറ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഏത് ഇന്ത്യനെ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം വിത്തൗട്ട് എനി. ഹായ് അഞ്ചൽ. നല്ലുണ്ട്. പഞ്ചാബിയായിട്ടാണ്. ആ, നല്ലുണ്ട്. ഈ കളർ ഇഷ്ടായി. മൂക്കൊക്കെ നോക്കണേ. കുത്തിയപ്പോ നല്ല പഞ്ചാബി ലുക്ക് ഉണ്ടായി.
ആ കാണാൻ സാധനം കാണാൻ വന്ന എന്തിന്റെ അത് അവ ഉണ്ടാക്കിയതാ. ഞങ്ങളെ കൂടെ വന്ന ഹിന്ദിക്കാരി പഞ്ചാബി പഞ്ചാബി അടി അതുപോലെ തന്നെ ഉണ്ട്. അഞ്ചൽ പഞ്ചാബി അഞ്ചൽ പിന്നെ ഇവിടെ വാളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് വാങ്ങിട്ടു. ഇങ്ങോട്ടോ നടക്കുന്നുണ്ട് ഗൈസ്. ഇതാ തോന്നുന്നു. പക്ഷെ ബയ്യ ഇങ്ങോട്ടാ പോണേ. നമുക്ക് ബയ്യയുടെ ബയ്യെ പോയി നോക്കാം. ഇതാണ് ഷൂ ഹൗസ്. ഇവിടെ ഷേപ്പ് ഇട്ടിട്ട് വേണം പോവാൻ. ഷേപ്പൊക്കെ ഇവിടെ വെച്ചു. ഇവിടെ ഭയങ്കര തണുപ്പാണ് ഗൈസ്. കാലം മരവിക്കുക. അതിന്റെ മേലെ കേറിക്ക് കടക്കി കൂട്ടാൻ പാടില്ല. തലേന്ന് വീണ പ്രശ്നമാണ് ഗൈസ്. ഇപ്പൊ തലയിലിട്ടിട്ട് തന്നെ നടക്കണം. എന്റെ വീഡിയോ എവിടെ വരെ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എടുക്കാൻ പറ്റുന്നിടത്തോളം ഞാൻ കാണിച്ചു തരാം. കയ്യേ ഞാൻ പറഞ്ഞു വിടുന്നു. കയ്യും കാലും കഴുകണം. കയ്യും കാലും കഴുകണം. അവരോട് പറഞ്ഞോ? ഇവരൊക്കെ അറിഞ്ഞോ? തലേന്ന് ഇതാണ് കൈയൊക്കെ കഴുകി. കാലം അവിടെ നിന്ന് കഴുകണം. എന്നിട്ട് ഉള്ളിലേക്ക് കയറുക തോന്നുന്നു. ഇങ്ങനെയാണ് കാല് കഴുകുക. ദേശീയ 1.5 മണിക്കൂറിൽ എന്തെല്ലാം ഉണ്ടായി ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ഞങ്ങൾ അവിടെ ഇറങ്ങി. പിന്നെ കുറെ വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ല എന്നൊക്കെയാണ്. അപ്പൊ നമുക്ക് കുറെ ചീത്ത കിട്ടും. കുന്തം പിടിച്ച് കുറെ ആൾക്കാർ നിൽക്കും. റെഡി കുന്തം, നമ്മളീ ലുട്ടാപ്പിയുടെ കുന്തം ഇല്ലേ, ആ സെയിം സാധനം, അതിന്റെ വലുത്, അതും പിടിച്ച് നിൽക്കും കുറെ ആൾക്കാർ രസിക്കാര്. എന്നിട്ട് അവര് നമ്മളെ ഫോട്ടോ എടുക്കുമ്പോ പയ്യെ വന്ന് പിടിക്കും. നല്ല ചീത്തല കിട്ടും. എല്ലാവർക്കും ചീത്ത കിട്ടും. ഞങ്ങളത് പിടിച്ചൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ മുടി കാണിച്ച് ഫോട്ടോ എടുക്കാൻ പാടില്ല, അങ്ങനെ എന്തൊക്കെയായിരുന്നു. അപ്പോൾ കുറെ പേരെ പിടിച്ചു. അങ്ങനെ ലേറ്റ് ആയി. അങ്ങനെ ഫുഡ് വെച്ച്. ഫുഡിന് ഒരു ചപ്പാത്തി, ചെറുപയർ പോലത്തെ നമ്മുടെ നാട്ടിലത്തെ കറിയല്ല, നല്ലൊരു ചെറുപയർ കറി. പിന്നെന്തേനും പിന്നെ ഒരു ചോറ്, സാധാ ചോറല്ല, ജീര കൊട്ടൊരു ജാതി ചോറ്. പിന്നെ പായസം നല്ലായിരുന്നു. നല്ല പായസം, വെള്ള കളറുള്ള നല്ല പായസം. അതൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അവിടെ ഫോൺ അധികം ഉപയോഗിച്ചിട്ട്. പിന്നെ മസാലക്കാരുണ്ട്. പിന്നെ അച്ചാറോ പോലത്തെ ഒരു സാധനം ഉണ്ട്. അച്ചാറിന്റെ ടേസ്റ്റാ. കോളിഫ്ലവർ, അതാണ് രണ്ടാമതാണ് എന്നോട് തന്നെ. കോളിഫ്ലവറിന്റെ പോലത്തെ സാധനം. പിന്നെ അത്രയൊക്കെ ഉണ്ട്. അത് കഴിച്ച് വേഗം ഇറങ്ങി ഓടണ ഓട്ടം. വന്ന ഓട്ടോയിൽ തന്നെ ഞങ്ങൾ തിരിച്ചു പോവാം. എന്നിട്ട് ഇനി നമ്മൾ ബസ്സിന്റെ അടുത്ത് പോകും. എന്നിട്ട് ബസ്സിൽ നിന്ന് വാഗാ ബോർഡറിലേക്ക് പോകും. ഇപ്പോഴും ഞങ്ങൾ വന്ന ഓട്ടോ തന്നെയാണ്. ഇതിനിടയ്ക്ക് അഭിരാമിക്ക് കാല് വയ്യാണ്ടായി. അമ്മയെ അഭിരാമി ഫ്രണ്ടിലേക്ക് പ്രമോഷൻ കിട്ടി. അവിടെ എവിടെ ഇരിപ്പുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവരൊക്കെ വിചാരിക്കും ഞാനിവിടെ കിടന്ന് ഘോര പ്രസംഗിച്ചിട്ട് എനിക്ക് ഭ്രാന്താണ്. നല്ല ബ്ലോക്കാണ്. നമ്മള് ബസ്സിലേക്കാണ് പോകുന്നത്.
തരാൻ പറ്റിയില്ല. നമ്മൾ വാഗാ ബോർഡറിൽ വന്നു, ഇൻട്രോ തരാൻ പറ്റിയില്ല. ഞാൻ ഓട്ടത്തിരക്കിലായിരുന്നു. ബസ് വന്ന് നിർത്തി, ഞങ്ങൾ ഓടി. ഞങ്ങൾ ലേറ്റ് 4:30 വരെ എൻട്രി ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഓടി എല്ലാവരും കൂടെ. അപ്പോൾ കണ്ടു. പക്ഷേ ഞാൻ ഇവിടെയൊക്കെ കാണിച്ചു തരാം. ഞാൻ ഈ ക്ലിപ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ഓ ദൂരെ മനസ്സിലാവുന്നില്ല. അപ്പൊ ഇങ്ങനെ വരയ്ക്കും. അപ്പൊ വരച്ചു കഴിഞ്ഞിട്ട് ഇവര് നമ്മളോട് ഞാൻ വിചാരിച്ചു ഇവിടെ കയറാനുള്ള എന്തോ ഇതായത് ഞാൻ കയ്യൊക്കെ നീട്ടിക്കൊടുത്തു. 2 കയ്യിലും ഇങ്ങനെ വരച്ചു. ലാസ്റ്റ് ഉണ്ട് 100 രൂപ. 2 പേർക്ക് അവിടെ വരച്ചാൽ 100 രൂപ, ഒരാൾക്ക് 50 രൂപ ഇത് വരച്ചതിന്. വെരി ബാഡ്. കട്ടേനെ പക്ഷെ പൈസ കൊടുത്തില്ല. അപ്പത്തേക്ക് ഇവിടെ കയറേണ്ട റഷിൽ എല്ലാവരും കൂടെ ഓടി, കൊടുത്തേ ഇല്ല. എക്സിറ്റ് എത്തി. അങ്ങനെ നടന്നാണ്. കുറച്ച് നടക്കാറുണ്ട് ഇതിനകത്ത്. ആദ്യം ഓടിയാലും കൊണ്ട് ഈ സ്ഥലം ഞങ്ങൾ കണ്ടിട്ടില്ല. ഇവിടെ കടയുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ആകാശം നല്ല ഭംഗിയുണ്ട്. കടൽ പോലെ ആകാശം. ഞങ്ങൾ വാഗാ ബോർഡർ പോയി വന്നു. ഇനിയിപ്പോൾ അവിടെ ഫുഡ് കഴിക്കാനാണ്. നമുക്ക് ഇന്നത്തെ ഫുഡ് എന്താണെന്ന് നോക്കാം. രാത്രി സത്യം പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട്. ഫുഡ് നോക്കാം ഗൈസ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. സാറ് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. അത് തന്നെ സാറെന്തല്ലേ. എന്റെ മാത്രം ബ്ലോഗാണ്. എനിക്ക് കാണാൻ വേണ്ടി ബ്ലോഗാണ് ഇത്. ഞാനങ്ങനെ തന്നെയാണ്. പുലാവാണ് അത്. ഫുഡ് പുലാവും ചിക്കൻ കറി സാലഡും വെച്ചാൽ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. എല്ലാവരും വരുന്നുണ്ട്. കുറച്ച് പേരൊക്കെ വരുന്നുണ്ട്. ഹായ് റെഡി ആയില്ലേ?